പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം ദിവസം, ആമേൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. 2-ാമത്തെ ദിവസം കർത്താവ് അനുഗ്രഹിച്ചു തന്നു, മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചു തന്നു. എല്ലാ നന്മകൾ കൊണ്ടും കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നിറച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, വാഹനങ്ങളെ നിയന്ത്രിച്ചതിന് സ്തോത്രം, ആവശ്യമായ നന്മകൾ ഞങ്ങൾക്ക് തന്ന് കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നിറച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ, ഈ രാത്രി, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് കരങ്ങളെ ഉയർത്തി ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ഞങ്ങൾ എഴുന്നേറ്റതല്ല, കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാകിയാൽ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് കരങ്ങളെ ഉയർത്തി ഞങ്ങളിപ്പോൾ സ്തോത്രം പറയുന്നു. വീണ്ടും ജയത്തോടെ നടത്തും യഹോവ നീസി ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 3-ാം ദിവസം, കഴിഞ്ഞ 2 ദിവസം കർത്താവെ പ്രാർത്ഥനകളെയും ഉപവാസത്തെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം, ആവശ്യങ്ങൾ ഇടപെട്ടതിനായിട്ട് സ്തോത്രം, വഴികളെ തുറന്നതിനായിട്ട് സ്തോത്രം, സാഹചര്യങ്ങളെ അനുകൂലമാക്കിയതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൻ മറവിൽ ഞങ്ങളെ ആക്കിയ ദൈവകൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ 3-ാം ദിവസം ഒരു മിറക്കിൾ ഡേയാണ്. 3-ാം ദിവസം അത്ഭുതത്തിൻ്റെ ദിവസമാണ്. തിരുവഴുത്തിൽ 3-ാം ദിവസത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ. ഈ 3-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അങ്ങ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യക്തിപരമായി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, മാനസികമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭൗതികമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീകമായി ഇവർ ഉന്നതി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ ഇവർ നിറയട്ടെ. ഈ പ്രഭാതത്തിൽ ആത്മശക്തിയാൽ ഇവർ നിറയട്ടെ. ഇവർ അനേകർക്ക് വലിയ ബ്ലെസ്സിങ്ങായി മാറട്ടെ. ദേശത്തിൽ ഇവർ അനുഗ്രഹമായി തീരട്ടെ. ഇവരിലൂടെ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ 3-ാം ദിവസം കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ പകൽക്കാലം രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം വിട്ടുപോട്ടെ. രോഗം ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ആരോഗ്യവും ആയുസ്സും തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവകൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നിറച്ചാട്ടെ. അപ്പോൾ ഈ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീലിംഗ് വെർച്യു, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ റിലീസ് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ. ഇന്ന രോഗമെന്നില്ല, എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യനം. അപ്പോൾ അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ സകല രോഗങ്ങളും സൗഖ്യമാകും, സകല രോഗങ്ങളും സൗഖ്യമാകും. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഈ ശബ്ദങ്ങൾക്ക് തൻ്റെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ, സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജോലിയിലെ പ്രയാസങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. അതുപോലെ വീട് പണി ആരംഭിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, അപ്രൂവലുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതുമാത്രമല്ല കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്രൂവലുകൾ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആമേൻ കാര്യങ്ങൾ, അതുപോലെ സാമ്പത്തികമായ ആമേൻ പ്രതീക്ഷിച്ചിടത്തുനിന്ന് സാമ്പത്തികമായ ക്രമീകരണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവർ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതകരമായി ആ സാമ്പത്തികത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കുകയും ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണം. അതുപോലെ വിദ്യാഭ്യാസത്തിന് പോയി
ഫൈനാൻഷ്യൽ ക്രൈസിസിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലും ദൈവപ്രവൃത്തി നടക്കട്ടെ. ഇന്ന് പകൽ കർത്താവെ ലോകവ്യാപകമായി അങ്ങയുടെ വേലയിലായിരിക്കുന്ന ശുശ്രൂഷകരെ ഓർക്കുന്നു. കർത്താവ് മാനിക്കണം, ആദരിക്കണം. ഇന്ന് മൂന്നാമത്തെ ദിവസം കർത്താവെ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കും തൻ്റെ ജനത്തെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ബലപ്പെടുത്തിയാട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. മഹിമ കൊണ്ട് നിറഞ്ഞ മീറ്റിംഗ് ആയി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസം പകൽക്കാലം നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്നിടത്തൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവവചനം ധ്യാനിക്കാനായിട്ട് സമയം വേർതിരിക്കണം. രണ്ടാമത്തെ കാര്യം, വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കണം. ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. ആരും മീറ്റിംഗ് മിസ് ചെയ്യരുത്. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാം ദിവസമല്ലേ, അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയുക, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. എന്നാൽ അങ്ങനെ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ ഈ 3-ാം ദിവസം നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസമല്ലേ, ഈ 3-ാം ദിവസം പരിശുദ്ധാത്മാവ് ഒരു മിറക്കിളിനുള്ള വഴി നമുക്ക് കാണിച്ചു തരിക. ഒരു മിറക്കിളിലേക്ക് എങ്ങനെ നമുക്ക് കയറാം. ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ 12 മുതൽ 14 വരെയുള്ള ഭാഗത്ത് അത്തിവൃക്ഷത്തെ ശമിക്കുന്നതായിട്ടും, നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ ഈ അത്തിവൃക്ഷം എന്നാ പറയുന്നത്, വരണ്ട് ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ ആകെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അതിനുശേഷം യേശു എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസം പ്രാർത്ഥനയും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്ന് പഠിപ്പിക്കുക. അപ്പം ഇത് പ്രാർത്ഥനയെന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതല്ല. അതിലുപരിയായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം, അത് ദൈവം ചെയ്തു എന്ന് വിശ്വസിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് കുറേ നേരം നമ്മളിരുന്ന് കർത്താവെ അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ എന്ന് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല, ജൽപ്പനം ചെയ്യുന്ന പരിപാടിയല്ല. പിന്നെയോ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ വിശ്വസിക്കണം, അത് കർത്താവ് ചെയ്തു എന്ന്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ യാചന നടത്തുകയല്ല, ദൈവത്തെ മൂവ് ചെയ്യിപ്പിക്കാൻ. പിന്നെയോ ദൈവഹിതം വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് ദൈവം നമുക്ക് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്ന സമയമാണ് പ്രാർത്ഥന. അപ്പം ഈ ഒരു നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നല്ല ആഗ്രഹങ്ങൾ വേണം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ഇമ്പോർട്ടൻ്റ്. 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ദൈവം തൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എന്തു ചെയ്യും? സാധിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനപ്രകാരമുള്ള ആഗ്രഹങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇനിയും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, കാണുന്നതിന് മുമ്പ് തന്നെ വിശ്വസിക്കണം. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിസീവിങ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുക. ATM കാർഡിൽ പൈസ ATM മെഷീനകത്ത് കാർഡിട്ട് കഴിഞ്ഞാൽ പൈസ റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ റിസീവ് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കൽ ഒരു സഹോദരി ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥനയിൽ തൻ്റെ മകൻ ഭയങ്കര ഡ്രഗ് അഡിക്റ്റായിരുന്നു. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വെച്ചാൽ പ്രാർത്ഥിച്ചു. അപ്പം ആ മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു, കർത്താവിനെ അറിയത്തില്ല, ആരാധനയ്ക്ക് വരികയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ട് അവരങ്ങ് വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഞാനിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ സ്വതന്ത്രനായിരിക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ പണ്ടത്തേതിലും പിന്നത്തേതായിരിക്കുക. പിന്നെയും കുറച്ച് ദിവസങ്ങൾ പിന്നെയും നോക്കുമ്പോഴും ഇവൻ്റെ അഡിക്ഷനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ സഹോദരൻ നിരന്തരം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചതാണ്, ദൈവം അത് ചെയ്തു, അവൻ സ്വതന്ത്രനായി.
അത് കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ ഇടവന്നു. അവിടെ വെച്ച് അവൻ യേശുവിനെ സ്വീകരിക്കുകയും തൻ്റെ അഡിക്ഷൻസ് വിട്ട് അവനൊരു ശുശ്രൂഷകനായി മാറിയ ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഇന്ന് 3-ാം ദിവസം. ഇന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ വിശ്വസിച്ച് വേണം മാറാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്തോത്രം പറയണം. നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയ ഹന്ന ഈ ദൈവസന്നിധി വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അന്ന് ഹന്നയുടെ പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്നുള്ള വാക്ക് കൊടുത്തു. അതോടുകൂടെ വേദോസം പറയുന്നത് പിന്നെ ഹന്നയുടെ മുഖം വാടിയിട്ടില്ല. പിന്നെ ഹന്ന അവിശ്വാസം ചിന്തിച്ചിട്ടില്ല. ഹന്ന അന്തരമേ സ്തോത്രം പറഞ്ഞു, കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പോകാനിട വന്നു. അപ്പം ബിലീവ് ചെയ്യണം. എന്തുവാ? നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. വിശ്വാസത്താൽ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു വ്യത്യാസം ഉണ്ടാകണം. ആരെങ്കിലും ചോദിക്കാം, എന്താ വലിയ സന്തോഷം? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയാം കർത്താവ് അത് ചെയ്യും. അപ്പം ഒന്നാമത്തെ കാര്യം വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം അന്നേരം തന്നെ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം ദിവസവും അതിനായിട്ട് സ്തോത്രം ചെയ്യുക. നാലാമത്തെ കാര്യം അതിനുവേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുക. അഞ്ചാമത്തെ കാര്യം ആ പ്രാർത്ഥിച്ച വിഷയവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ വചനത്തെ ദിവസവും ഡിക്ലെയർ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ അത് സ്വീകരിക്കണം, വിശ്വസിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ 3-ാം ദിവസത്തിലാണ് നിൽക്കുന്നത്. ഈ 3-ാം ദിവസം ഒരു മിറക്കിൾ ഡേയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ ദിവസമാണ്. അതുപോലെ ഉയർപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് നിലവിളിക്കാതെ അതിനായിട്ട് കർത്താവിന് നിരന്തരം സ്തോത്രം പറയണം. അത് കാണുവോളം സ്തോത്രം പറയണം. ദൈവവചനം ഏറ്റു പറയണം കേട്ടോ. ഇതാണ് മിറക്കിൾ. പ്രാർത്ഥനയിൽ മിറക്കിൾ പ്രാപിക്കാനുള്ള താക്കോലായത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. എന്നിട്ട് വേണം പ്രാർത്ഥന പായിൽ നിന്ന് എഴുന്നേൽക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. വൈകിട്ടത്തെ മീറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ ലിങ്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.